ഞാൻ എത്രയോ മുമ്പ് തമിഴ്നാടിൻ്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ചില വിചിത്രമായ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതുകൊണ്ട് അതൊന്ന് അന്വേഷിച്ചിട്ട് വിവരം കളക്ട് ചെയ്തിട്ടാവാം എന്ന് ഞാൻ വിചാരിച്ചു. അവിശ്വസനീയമായ പല കാര്യങ്ങളും തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നു. ഞാൻ മുഖവുരയില്ലാതെ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല. അതുകൊണ്ട് മുഖവുരയായിട്ട് ഞാൻ ഒരു കാര്യം മാത്രം പറയാം. വളരെ വാശിയേറിയ തിരഞ്ഞെടുപ്പായിരുന്നു ബംഗാളിൽ നടന്നത്. മമതാ ബാനർജിയുടെ വയലൻസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അവർ സുവേന്ദു അധികാരിയുടെ ഡ്രൈവറെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. അങ്ങനെ വെല്ലുവിളിക്കാൻ ഏതിനും തയ്യാറായിട്ടാണ് മമതാ ബാനർജി നിൽക്കുന്നത്. പക്ഷേ അവിടെ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്ത കള്ളപ്പണം 500 കോടിയാണ്. ഔദ്യോഗികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് 500 ചില്വാനം ഉണ്ടാകും, 500 കോടി എന്ന് വെച്ചോളൂ. പക്ഷേ താരതമ്യേന ശാന്തമായിട്ട് നടന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്ത തുക 1000 കോടിയായിരുന്നു. ബംഗാളിൻ്റെ ഇരട്ടി തമിഴ്നാട്ടിൽ. അടിയും വഴക്കും വെടിവെപ്പും ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് നടന്നു. പക്ഷേ പിടിച്ചെടുത്ത പണം ബംഗാളിൻ്റെ ഇരട്ടിയാണ്, 1000 കോടിയാണ്. 1000 ചില്വാനം കോടി, ചില്വാനം വിടുക, 1000 കോടി. 1000 കോടി ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്തെങ്കിൽ പിടിക്കാതെ പോയത് എത്രയായിരിക്കണം? അതിൻ്റെ ഒരു 50 ഇരട്ടിയെങ്കിലും കാണും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡി നടത്തുന്ന പത്രപ്രവർത്തകർ, മറ്റാൾക്കാർ ഒക്കെ പറയുന്നത്. 50,000 കോടി നമുക്ക് വളരെ 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 വലിയൊരു സംഖ്യയായിട്ട് തോന്നും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അതത്ര വലിയ സംഖ്യയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിശ്വസനീയമായ കാര്യങ്ങളാണ് നടക്കുന്നത്. സാധാരണക്കാരുടെ മനസ്സ് തെറിച്ചു പോകുന്ന, മൈൻഡ് ബോഗ്ലിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്. കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ശരാശരി ഒരു സ്ഥാനാർത്ഥി, അതായത് LDF, UDF, BJP, ഈ 3 പ്രധാനപ്പെട്ട ഫോർമേഷനിലെ സ്ഥാനാർത്ഥികൾ ഒരു നിയോജകമണ്ഡലത്തിൽ ചെലവാക്കിയത് 35 മുതൽ 40 കോടി രൂപ വരെയാണ് കേരളത്തിൽ. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം. ഞാൻ അത്രയ്ക്ക് എനിക്ക് ബോധ്യമുള്ള സോഴ്സിൽ നിന്നാണ് നിങ്ങളോട് ഈ വിവരം പറയുന്നത്. എനിക്ക് ആനുകൂല്യമുള്ള BJPയെ പോലും ഞാൻ ഇതിൽ ഒഴിവാക്കുന്നില്ല എന്നോർക്കുക. ദിസ് ഈസ് ഇന്ത്യൻ പൊളിറ്റിക്സ്. പൈസയുടെ കളിയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ നിങ്ങൾ ഊഹിക്കുക, ഓരോ നിയോജകമണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥിയും എത്ര ചിലവാക്കി കാണും എന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന കണക്കൊന്നും പറയണ്ട. അപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് എന്താണ്? ആരാണ് ഈ പണം മുടക്കുന്നത്? വിജയ് എന്ന സിനിമാ താരം പെട്ടെന്ന് എന്ന പോലെ പ്രത്യക്ഷപ്പെടുന്നു. 8 പൊതുയോഗങ്ങൾ, അല്ല 5 പൊതുയോഗങ്ങൾ, 8 റാലികൾ. അല്ലല്ലോ, റാലിയും പൊതുയോഗവും ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഈ 8 പൊതുയോഗങ്ങൾ അഥവാ റാലികൾ, 5 റോഡ് ഷോ, ഇതായിരുന്നു അദ്ദേഹം നടത്തിയത്. റാലി എന്ന് പറഞ്ഞാൽ മൈതാന പ്രസംഗം, ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ പുറത്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം. അപ്പോൾ ഇത് വെറുതെ 8, 5, 13 ഷോ കൊണ്ട് 108 സീറ്റ്, ഏകദേശം തമിഴ്നാടിൻ്റെ പകുതി സീറ്റ് ജോസഫ് വിജയ് കൈക്കലാക്കുന്നു. അദ്ദേഹം ഒരു സിനിമാ നടനാണ്, നല്ല ഫാൻ ഫോളോയിങ് ഉള്ള സിനിമാ നടനാണ്. ഇതെങ്ങനെ സാധിക്കും? ഇതും ഒരു അസ്വാഭാവിക സംഭവമാണ്. അപ്പോൾ അതും എൻ്റെ മനസ്സിലുടക്കി ഞാൻ തമിഴ്നാട്ടിലെ എൻ്റെ പല സുഹൃത്തുക്കളെയും വിളിച്ചു. അവർക്ക് കണക്ഷനുള്ള ഒരുപാട് പേരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വിവരം അറിയണം, എങ്ങനെ ഇത് സംഭവിച്ചു. അപ്പോഴാണ് കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. 2009 മുതൽ ഈ വിജയ് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. വിജയുടെ അച്ഛൻ ചന്ദ്രശേഖറാണ് മതം മാറിയത്. വിജയ് അച്ഛൻ്റെ മകനായതുകൊണ്ട് ക്രിസ്ത്യാനിയായതാണ്. ചന്ദ്രശേഖർ മതം മാറി ക്രിസ്ത്യാനിയായി.
അദ്ദേഹമാണ് വിജയ് ഫാൻസ് അസോസിയേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഫാൻസ് അസോസിയേഷൻ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യും. പാവങ്ങൾക്ക് അരി വിതരണം, കഞ്ഞി വിതരണം, പുസ്തകം കൊടുക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു. 2 വർഷം മുമ്പ് 2024 TVK എന്ന പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അത് മാറുന്നത്. അപ്പോഴും അതിന് വ്യക്തമായൊരു ഘടനയോ സംഗതിയോ ഒന്നുമില്ല. ഈ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറിയൊക്കെ ഈ വിജയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറിയൊക്കെ ആയിട്ട് തുടർന്നു. വിജയ് അദ്ദേഹത്തിൻ്റെ കന്നിപ്രസംഗത്തിൽ പറഞ്ഞത് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ കരൂരിൽ പ്രസിഡൻ്റ് ആരാ ഞാൻ തന്നെ, കോയമ്പത്തൂരാരാ ഞാൻ തന്നെ, ദിണ്ടുക്കലാരാ ഞാൻ തന്നെ. ഇത് അദ്ദേഹം പ്രസംഗിച്ചതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് സംഘടനാ രൂപം. ബട്ട് ഈ പൈസ മുടക്കിയതാര്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിജയ് ഗവർണറെ കാണാൻ പോകുന്നു. അതിൻ്റെ കൂടെ ഒരാളുണ്ട്, ആദവ് അർജുന. ആരാണ് ഈ ആദവ് അർജുന? മലയാളത്തിലെ ഒരു ചാനലാണ് എനിക്ക് ലീഡ് തരുന്നത്. ആദവ് അർജുന സാന്റിയാഗോ മാർട്ടിൻ്റെ മകളുടെ ഭർത്താവാണ്, മരുമകൻ ആണ്. അപ്പോൾ അതൊരു വാർത്തയാണല്ലോ. പക്ഷെ മലയാളം ചാനലുകൾ ആ വാർത്ത ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എൻ്റെ ആകാംക്ഷ വർദ്ധിച്ചു. ഇവർ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു, അതൊന്നും അറിയണമല്ലോ. അപ്പോൾ ശരിയാണ്, ആദവ് അർജുന വില്ലിവാക്കം എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് TVKയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച ആളാണ്. സാന്റിയാഗോ മാർട്ടിൻ, സിക്കിം ലോട്ടറിയുടെ മഹാരാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ മകളുടെ ഭർത്താവാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ മൊത്തം വിജയ് ഏർപ്പാട്, വിജയത്തിൻ്റെ ശില്പി സാന്റിയാഗോ മാർട്ടിനാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ പണം വിജയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ, പ്ലസ് ഇവാഞ്ചലിക്കൽ ചർച്ച്, പിന്നെ കാത്തലിക് ചർച്ചും ഒക്കെ നമ്മുടെ സാധാരണ ചർച്ച്, ഇവരെല്ലാം കൂടിയാണ് തമിഴ്നാട് പിടിച്ചെടുക്കാനുള്ള ഈ അറ്റംപ്റ്റ് നടത്തിയത്. ഇതിനു മുമ്പ് കമൽഹാസനെ വെച്ച് ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തി പരാജയപ്പെട്ടു. സീമാൻ അഥവാ സൈമൺ, അങ്ങേരും സിനിമാ നടനാണ്, അങ്ങേരെ വെച്ചൊരു അറ്റംപ്റ്റ് നടത്തി പരാജയപ്പെട്ടു. DMKയിൽ സാന്റിയാഗോ മാർട്ടിൻ പണം മുടക്കിയിട്ടുണ്ട്, ADMKയിലും പണം മുടക്കിയിട്ടുണ്ട്. ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാലും പിടി സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിലിരിക്കും. അതാണ് തമിഴ്നാട്ടിലെ അവസ്ഥ. ഇത്തവണ അത് TVKയുടെ കയ്യിലെത്തി. അപ്പോഴും സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകൻ ആ പാർട്ടിയിലുണ്ട്. വിജയുടെ തൊട്ടടുത്ത് ഗവർണറെ കാണാൻ പോകണമെങ്കിൽ ഈ അർജുന വേണം. എന്ത് അർജുനയാണത്? ആദവ് അർജുന. അപ്പോൾ അയാളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ ADMK ടിക്കറ്റിൽ ലാൽഗുഡി എന്ന സ്ഥലത്ത് നിന്ന്, തിരുച്ചിറപ്പള്ളിക്കടുത്ത് ലാൽഗുഡി, നമ്മുടെ വയലിനിസ്റ്റ് ലാൽഗുഡി ജയറാമനില്ലേ, അദ്ദേഹത്തിൻ്റെ നാട്, ലാൽഗുഡിയിൽ നിന്ന് സാന്റിയാഗോ മാർട്ടിൻ്റെ ഭാര്യ ADMK ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു. ലീമ ജോസ് മാർട്ടിൻ, ADMK ടിക്കറ്റ്. അവർ തോൽപ്പിച്ചത് DMKയെയും TVKയുമാണ്. അതായത് മരുമകൻ്റെ പാർട്ടിയെ അമ്മായിയമ്മ തോൽപ്പിച്ചിട്ട് ജയിച്ചു വരുന്നു. അപ്പോൾ ADMK കോമ്പിനേഷൻ, ADMK BJP കോമ്പിനേഷനാണ് തമിഴ്നാട്ടിലെ അധികാരത്തിൽ വന്നാൽ അമ്മ അതിനകത്ത് അംഗമായിരിക്കും. TVK വന്നാൽ മരുമകൻ അംഗമായിരിക്കും. ഈ DMK ആണ് വരുന്നതെങ്കിലോ അതിലാരെങ്കിലും മത്സരിച്ചോ അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ DMKയും സാന്റിയാഗോ മാർട്ടിനും തമ്മിൽ നേരത്തെ മുതൽ ബന്ധമുണ്ട്. അതിൻ്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ നോക്കെത്താ ദൂരത്ത് സ്ഥലവും തെങ്ങിൻ തോപ്പും ഈ കാറ്റാടിപ്പാടങ്ങളും വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് സാന്റിയാഗോ മാർട്ടിൻ തമിഴ്നാട്ടിൽ. അത് തിരിച്ചറിയാനായിട്ട് ഈ 4 മടക്ക് കമ്പിവേലി ഉണ്ടാകും. കോമ്പൗണ്ട് വാൾ കമ്പിവേലിയാണ്. അതിന് ഒരേ നിറമായിരിക്കും. ഏതെങ്കിലും ഒരു നിറം സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഏരിയയിൽ ഒരു നിറം. അത് 10-15 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ കെട്ടിയിരിക്കും, വേലി കെട്ടി അടച്ചിരിക്കും. 4 ലൈൻ മുള്ളുകമ്പി, അതിൽ 2 കമ്പി വീതം
ഡയഗണലായിട്ട് പോകും. ഇത് സാന്റിയാഗോ മാർട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഏർപ്പാടാണ് ഈ 4 ലെയർ കമ്പിയും 2 കമ്പി പുറത്തും. സാന്റിയാഗോ മാർട്ടിന് ഇത് ഇറങ്ങി നിന്നിട്ട് എൻ്റെ കോമ്പൗണ്ടാണെന്ന് പറഞ്ഞ് നോക്കാനൊന്നും സമയമില്ല. അപ്പോൾ നോക്കെത്താ ദൂരത്ത് കിടക്കുകയല്ലേ. അപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ 2 വശത്തും നോക്കുമ്പോൾ എൻ്റെ പ്രോപ്പർട്ടി ഏത്, എൻ്റേതല്ലാത്ത പ്രോപ്പർട്ടി ഏത്, ഇത് തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് ഈ പ്രത്യേക നിറത്തിലുള്ള 4 മടക്ക് മുള്ളുവേലിയും അതിൽ 2 ഡയഗണൽ ക്രോസ് ആയിട്ടുള്ള മുള്ളുകമ്പിയും. ഇതൊക്കെയാണ് മാർട്ടിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ആളിന് DMK-യിൽ സ്വാധീനമില്ലായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. ഉണ്ടായിരുന്നു. DMK-യിൽ സ്വാധീനം ഉണ്ടായിരുന്നു. ADMK-യിൽ സ്വാധീനമുണ്ട്. ADMK ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ ലീമ ജോസ് മാർട്ടിൻ ഒരു മന്ത്രിയായേനെ. നിർഭാഗ്യവശാൽ അവർ തോറ്റുപോയി. അവരുടെ കൂടെയാണ് BJP. ഇനിയാണ് അടുത്ത ഓപ്പറേഷൻ. വിജയ് അയാളുടെ MLA-മാരെ കൊണ്ടുപോയി താമസിപ്പിച്ചത് പോണ്ടിച്ചേരിയിലെ ഒരു റിസോർട്ടിലാണ്. അതെന്താ പോണ്ടിച്ചേരി തിരഞ്ഞെടുക്കാൻ കാര്യം? പോണ്ടിച്ചേരിയിൽ BJP അടങ്ങുന്ന മുന്നണി ഇത് സത്യപ്രതിജ്ഞ ചെയ്യാൻ നിൽക്കുക. അവർക്ക് ഭൂരിപക്ഷമൊക്കെ ആയി. സത്യപ്രതിജ്ഞ ചെയ്യാൻ നിൽക്കുക. ഡേറ്റ് നോക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, BJPക്ക് സ്വാധീനമുള്ളൊരു സ്ഥലത്ത് TVK അവരുടെ MLA-മാരെ കൊണ്ടുപോയി താമസിപ്പിക്കുമോ? താമസിപ്പിക്കാൻ സാധ്യതയില്ല. അത് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മോഹൻദാസെ അത് അറിഞ്ഞൂടെ, സാന്റിയാഗോ മാർട്ടിൻ്റെ മകൻ NDAയിൽ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നിരിക്കുകയാണ് പോണ്ടിച്ചേരിയിൽ. അയാൾക്കൊരു പാർട്ടിയുണ്ട്, അയാളുണ്ടാക്കിയ പാർട്ടിയാണ്. അയാളുടെ പേര് ജോസ് ചാൾസ് മാർട്ടിൻ. സാന്റിയാഗോ മാർട്ടിൻ്റെ നേരെ മകനാണ്. അദ്ദേഹത്തിൻ്റെ കക്ഷി എന്താ, ലക്ഷ്യ ജനനായക കക്ഷി, ഇലച്ചിയ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ IJK എന്ന് പറയും. ലക്ഷ്യ എന്നുള്ള വാക്കാണ്. എന്ന് വെച്ചാൽ ഐഡിയൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഐഡിയലാണ്, മാതൃകാപരമായിട്ട്. മകനൊരു പാർട്ടി ഉണ്ടാക്കി, അയാൾ മത്സരിച്ചു. കാമരാജ് നഗർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് പോണ്ടിച്ചേരി അയാൾ മത്സരിച്ചു, അയാൾ ജയിച്ചു. അയാൾ NDAയുടെ ഒരു ഭാഗമാണ്. ഈ ഓൾ ഇന്ത്യ N രംഗസ്വാമി കോൺഗ്രസ്, AINRC, അതാണ് പോണ്ടിച്ചേരിയിലെ പ്രബല പാർട്ടി. AINRC, NR എന്ന് പറഞ്ഞാൽ N രംഗസ്വാമി, അങ്ങനെയാണ് എൻ്റെ പ്രസിഡൻറ്റ്. ആ പ്രസിഡൻറ്റിൻ്റെ പേരിൽ തന്നെ പുള്ളി പാർട്ടി. പക്ഷേ പുള്ളിയോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും ഓൾ ഇന്ത്യ നമത് രാജ്യ കോൺഗ്രസ്, നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്. N രംഗസ്വാമിയും നമത് രാജ്യവും രണ്ടും NR ആണല്ലോ. ഇതാണ് അങ്ങേരുടെ കളി. അങ്ങേരുടെ കൂടെയാണ് മൈനർ പാർട്ടിനായിട്ട് BJP. അത് രണ്ടും ചേർന്ന NDAയുടെ ഒരു ഘടകമാണ് ഈ ലക്ഷ്യ ജനനായക കക്ഷി അഥവാ ജോസ് ചാൾസ് മാർട്ടിൻ. ഒരേ ഒരാൾ, അയാളുണ്ടാക്കിയ പാർട്ടി, അയാൾ മാത്രം MLA. എത്ര മനോഹരം! അതുകൊണ്ടാണ്, അയാളുള്ളതുകൊണ്ടാണ്, ജോസ് ചാൾസ് മാർട്ടിൻ പോണ്ടിച്ചേരിയിലുള്ളതുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വിട്ടരളിയ, ഞാൻ നോക്കിക്കോളാം. അല്ല BJP എൻ്റെ കൂട്ടുകാരല്ലേ ഇവിടെ, AINRC, അത് മൂപ്പരൊന്നും പറയുന്നില്ല, ഇങ്ങോട്ട് വിട്ട് സേഫായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ MLA-മാരെ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടത് കർണാടകയിലാണ്. DK ശിവകുമാർ നോക്കിക്കോളും, സേഫാണ്. അല്ലെങ്കിൽ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി നോക്കിക്കോളും. അവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരാണല്ലോ. കോൺഗ്രസ്സിനാണ് ഈ വിജയ് ആദ്യം ലെറ്റർ അയച്ചത്, എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കോൺഗ്രസ് സസന്തോഷം സമ്മതിച്ചു. കാരണം ഇറ്റ്സ് ആൻ ഇവാഞ്ചലിക്കൽ ഓപ്പറേഷൻ. ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് അത് ശരി, നിനക്ക് എത്ര സീറ്റ് കിട്ടി? 108 ചേച്ചി. നിങ്ങൾക്ക് 5 സീറ്റുണ്ട് ചേച്ചി. അത് പിന്നെ നിനക്ക് തന്നെ മോനെ, നമ്മുടെ ആൾക്കാരല്ലേ. കത്തോലിക്ക സഭ, മറ്റേതെങ്കിലും സഭയുണ്ടെങ്കിൽ അത് പിന്നെ ഇവാഞ്ചലിക്കൽ സഭകൾ. കാശ് ഇഷ്ടം പോലെ. സാന്റിയാഗോ മാർട്ടിൻ കാശ് മുടക്കുന്നു. പിന്നെ FCRA ബഹളം വെച്ച് FCRA തടഞ്ഞു വെച്ചിട്ട് അതിൻ്റെ കാശ് വിദേശത്തു നിന്ന് വേറെ ഒഴുകുന്നു. FCRAയിൽ കേരളത്തിൽ നടന്ന ബഹളമൊന്നും തമിഴ്നാട്ടിൽ നടന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? തമിഴ്നാട്ടിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ചെറുക്കൻ ഇവൻ ക്രിസ്ത്യാനിയാണെന്നും ഇവർക്ക് വേറെന്തോ അജണ്ടയുണ്ടെന്നൊക്കെ
ഒരു കൺഫ്യൂഷൻ പരക്കും. അതുകൊണ്ട് കേരളത്തിലെ ബിഷപ്പുമാരെ കൊണ്ട് ബഹളം വെച്ചിട്ട് FCR അമെൻമെൻറ്റ് തടഞ്ഞു. തമിഴ്നാട്ടിൽ സുഖമായിട്ട് കാര്യങ്ങൾ നടന്നു. ഇതൊക്കെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്, ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, നമ്മൾ ജിഹാദികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും മുസ്ലിങ്ങളെ പറ്റിയൊക്കെ. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടോ? എനിക്ക് സംശയമാണ്, പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. എന്നാൽ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ എവിടെയൊക്കെയുണ്ട്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്. ഒരുപക്ഷെ ഗോവയിൽ. ഇവരുടെയൊക്കെ പേരുകൊണ്ട് ഇവർ ക്രിസ്ത്യാനികളാണോ ഹിന്ദുവാണോ എന്നൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ അതാണ് ക്രിസ്ത്യൻ ഡിസൈൻ, വളരെ ബുദ്ധിപൂർവമായ ഡിസൈനാണ്. അവർ ഇപ്പോൾ 2018 തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിൽ സ്റ്റെർലൈറ്റ് സമരം വളരെ രൂക്ഷമായി, വെടിവെപ്പുണ്ടായി, 12-13 പേര് മരിച്ചു. വിജയ് സൈലൻ്റായിട്ട് ഈ മരിച്ച വീടുകൾ സന്ദർശിച്ച് അവർക്ക് ധനസഹായം കൊടുത്തു. മോട്ടോർ സൈക്കിളിലാണ് വിജയ് അവിടെ പോയത്. കാരണം കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ സിനിമാ നടൻ വിജയ് പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയും. മോട്ടോർ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിളിൽ വിജയ് വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് അങ്ങേര് കാശ് വീട്ടിലെത്തിച്ചു, ഒരുപാട് പേരെ സഹായിച്ചു, അങ്ങനെ ഇമേജ് വർദ്ധിപ്പിച്ചു. അങ്ങനെ ജോസഫ് വിജയുടെ പേരിൽ ഇവാഞ്ചലിസ്റ്റുകൾ തമിഴ്നാട് ഭരണം കൈക്കലാക്കാൻ അതിൻ്റെ വക്കത്ത് വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ രാജേന്ദ്ര ആർലേക്കർ ഉടക്കെടുത്തിരുന്നത്. മോനെ, നിനക്ക് ഭൂരിപക്ഷം ഇല്ല, 108 സീറ്റും വെച്ച് എങ്ങനെയാണ് മന്ത്രിസഭ ഉണ്ടാക്കുക? അപ്പോൾ കോൺഗ്രസിൻ്റെ ലെറ്റർ കൊണ്ടുപോകാം, നോക്കട്ടെ. കോൺഗ്രസിൻ്റെ ലെറ്റർ കിട്ടി സാർ, കോൺഗ്രസിൻ്റെ ലെറ്റർ കിട്ടി സാർ. അപ്പോൾ 108 5 113, ഇനിയും വേണമല്ലോ, 118 വേണ്ടേ ഭരിക്കാൻ? ഭൂരിപക്ഷം ആയില്ലല്ലോ മോനെ, ഒന്നുകൂടെ നോക്ക്. വാസ്തവത്തിൽ ഞാൻ ആലോചിച്ചപ്പോഴുണ്ടല്ലോ, ഒരല്പം അന്യായം ഗവർണർ ജോസഫ് വിജയനോട് ചെയ്യുന്നു. നമ്മൾ പറയുമ്പോൾ സത്യാവസ്ഥ പറയണ്ടേ. ഒരു മൈനോറിറ്റി ഗവൺമെൻറ് സാധ്യമാണ്, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഹങ് അസംബ്ലി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ഗവർണർ ക്ഷണിക്കുക, അയാളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക, ഒരാഴ്ചയ്ക്കകമോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കകമോ ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പറയുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ. ബട്ട് ഗവർണർ ഇപ്പോൾ വേറെ ചില സുപ്രീം കോടതി വിധികളൊക്കെ വെച്ചിട്ട് അതൊന്നും സമ്മതമല്ല, എനിക്ക് ആളെ കാണണ്ട, പക്ഷേ എനിക്ക് കത്ത് കാണണം എന്നൊക്കെ പറഞ്ഞു. ഇനി സപ്പോർട്ട് ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് CPI 2 സീറ്റ്, CPM 2 സീറ്റ്, 2 4, അപ്പോഴും 4 ആകുന്നുള്ളൂ, പിന്നെ ഒരെണ്ണം വേണം കേട്ടോ. അപ്പോൾ ഏതായാലും അവരുടെ കമ്മിറ്റി ഡൽഹിയിൽ കൂടുന്നു. എന്ത് പണ്ട ഡൽഹിയിൽ ആരാ ഉള്ളത്? ഇവരുടെ MA ബേബിയും ഡി രാജ തമിഴ്നാട്ടുകാരനാണ്, MA ബേബി മലയാളിയാണ്. ഇത് ചെന്നൈയിലങ്ങ് കൂടിയാൽ പോരാ, ഡൽഹിയിൽ കൂടണം അവർക്ക്. അപ്പോൾ ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് നാളെ പറയാമെന്നൊക്കെ പറഞ്ഞ് ഈ കിട്ടിയ നേരത്തിന് ഇവന്മാരുടെ ജാട, എൻ്റെ ദൈവം, ആകെ 2 സീറ്റും ഉണ്ട്, കുറവൊന്നുമില്ല മസിലിന്. മുസ്ലിം ലീഗിനുണ്ട് 2 സീറ്റ്. അവർ പറഞ്ഞു ഞങ്ങൾ ഈ കച്ചറയെ പിന്തുണയ്ക്കാനില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു അവർ സ്മെല്ല് ചെയ്ത് കാണും, ഇതൊരു ക്രിസ്ത്യൻ ഓപ്പറേഷനാണ്, നമ്മളിതിന് കൂട്ടു നിൽക്കുന്ന പ്രശ്നമില്ല, നമ്മൾ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റേ ഉള്ളൂ, പക്ഷേ ഈ കളിക്ക് കൂട്ടു നിൽക്കാൻ ഞങ്ങളില്ല, അവർ വിട്ടു നിൽക്കുകയാണ്. ഇങ്ങനത്തെ അവസ്ഥയിൽ ഗവർണർ ഈ ഉടക്കം വെച്ചിരിക്കുന്നു. എടപ്പാടി പളനിസ്വാമി ഗവർണറെ പോയി കണ്ടു ഇന്നലെ വൈകുന്നേരം. എന്ത് സംസാരിച്ചു, എന്ത് ചെയ്തു എന്നൊന്നും ആർക്കും അറിയില്ല. എടപ്പാടി പളനിസ്വാമിക്ക് ഗവർണറെ പോയി കാണേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവർ 3-ാം സ്ഥാനത്ത് നിൽക്കുകയല്ലേ. ADMK BJP ഒക്കെ ചെന്നിട്ട് 3-ാം സ്ഥാനത്താണ് അവർ. പക്ഷേ അതിനകത്ത് ഈ നമ്മുടെ ലീമ ജോസ് മാർട്ടിനുണ്ട്. സപ്പോസ് ലീമ ജോസ് മാർട്ടിൻ കുറേ അധികം MLA-മാരെയും ചേർത്ത് ADMK സ്പ്ലിറ്റാക്കുന്നു എന്ന് വയ്ക്കുക. സ്പ്ലിറ്റാക്കിയിട്ട് സ്വന്തം മരുമകൻ ആദവ് അർജുന അടങ്ങുന്ന TVKയ്ക്ക്, ജോസഫ് വിജയ്ക്ക് പിന്തുണ കൊടുക്കുന്നു. എന്ത് ചെയ്യും? അങ്ങനൊരു സാധ്യതയുണ്ടല്ലോ. അതല്ല, DMKയുടെ ഒരു വിഭാഗം പിളർന്ന് ADMKയിലേക്ക് വരാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഗവർണറുടെ അടുത്ത് ഒരു ക്ലെയിം കൊണ്ടുപോകാം.
ഞങ്ങളും ഉണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തൊക്കെയോ നാടകങ്ങൾ. ഒരുപക്ഷെ അതിന് ഗവർണർ അവസരം കൊടുക്കുകയാണോ എനിക്കറിയില്ല. ഭരണഘടനാപരമായിട്ട് ഗവർണർ ശരിയാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. അദ്ദേഹം ഫോണിൽ ഇന്ന് അർണബ് ഗോസ്വാമിയായിട്ട് സംസാരിക്കുന്നത് നമ്മളുടെ സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ വക്കീൽ മുകുൽ റോഹ്തഗി കേട്ടുകൊണ്ടിരുന്നു. മുകുൽ റോഹ്തഗി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് കേട്ടിട്ട് അർലേക്കർ സ്വന്തം അഭിപ്രായം പറഞ്ഞു. ഡിബേറ്റ് ആയിരുന്നില്ല, ബട്ട് അപ്പോൾ അന്യോന്യം കേട്ടു. അപ്പോൾ ഗവർണർ പറഞ്ഞു, എനിക്ക് എൻ്റെ ഉപദേഷ്ടാക്കളുണ്ട്, അവരോട് ഞാൻ ചോദിച്ചിട്ട് വേണ്ടത് ചെയ്യും. കുതിരക്കച്ചവടം തടയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിനിടയ്ക്ക് TVKയുടെ ഒരു മേജർ ചങ്ക് ആരെങ്കിലും അടർത്തി വേറൊരു നേതാവിന് വന്നിട്ട് ഞങ്ങൾ പിളർന്നെന്നും ഞങ്ങളും ADMKയുമായിട്ട് യോജിക്കാൻ പോകുന്നെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കുഴമറിച്ചിലാകും. അതുണ്ടാവും എന്നുള്ള ഭയത്തിലാണ് TVKയുടെ ജോസഫ് വിജയ് ഇവരെ കൊണ്ടുപോയി റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ റിസോർട്ട് പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കൈവിട്ട കളിയാണ്. എവിടെ പോയി നിൽക്കും എന്ന് അറിയില്ല. ആരെ തോൽപ്പിക്കും എന്ന് പറയാൻ പറ്റില്ല. DMK ഒരു വോട്ടിന് 5000 രൂപ കൊടുത്തു എന്നൊരു വിവരം എനിക്കുമുണ്ട്. അത് കണ്ട ആളുമുണ്ട്. 4 വോട്ടുണ്ടായിരുന്നു മോഹൻദാസ് ആ വീട്ടിൽ. 20,000 രൂപ അവർക്ക് കിട്ടി. അവർ പക്ഷേ TVKയ്ക്ക് വോട്ട് ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം. TVKക്കാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കിട്ടിയ കാശ് മേടിച്ച് പോക്കറ്റിലിട്ടോ, വോട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, TVK കാശ് കൊടുക്കില്ലേ? DMK മാത്രമല്ലല്ലോ, TVK കാശ് കൊടുക്കും. പക്ഷേ അത് എത്ര കൊടുത്തു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ വിവരം എനിക്ക് കിട്ടിയിട്ടില്ല എന്നും ഈ മനുഷ്യൻ പറഞ്ഞു. അങ്ങേർക്ക് അറിയാവുന്നത് അങ്ങേര് പറഞ്ഞു, അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഇപ്പോൾ DMK ഒരു വോട്ടിന് 5000 രൂപ കൊടുത്തു. എല്ലാവർക്കും 5000 കൊടുത്തു കാണില്ലായിരിക്കാം. ആളും തരവൊക്കെ നോക്കി കുറച്ച് കൂടുതലും കുറവും ഒക്കെ കൊടുത്തു കാണാം. ബട്ട് ഇമാജിൻ the amount of money which is flowing during elections. ഇങ്ങനെയൊക്കെ കൊടുക്കാൻ കൊണ്ടുപോകുന്ന പൈസയിൽ നിന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് പിടിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJPയുടെ പ്രസിഡൻ്റായിരുന്ന നയനാർ നാഗേന്ദ്രൻ, എനിക്ക് തോന്നുന്നു തിരുനെൽവേലിയിലാണ് നയനാർ നാഗേന്ദ്രൻ മത്സരിച്ചത്. നയനാർ നാഗേന്ദ്രൻ്റെ ഒരു വണ്ടിയിൽ നിന്ന്, അദ്ദേഹം ഉണ്ടായിരുന്നില്ല, ബട്ട് അദ്ദേഹത്തിൻ്റെ കാവൽക്കീഴിലുള്ള വണ്ടിയാണെന്ന് പറയപ്പെടുന്നു. അതിൽ നിന്ന് ഒരു 30 കോടിയിൽ കുറയാത്ത ക്യാഷ് പോലീസ് കണ്ടെടുത്തിരുന്നു, ഇലക്ഷൻ കമ്മീഷൻ കണ്ടെടുത്തിരുന്നു നയനാർ നാഗേന്ദ്രൻ്റെ. സോ എക്രോസ് പാർട്ടി ലൈൻ, ഞാനൊരു പ്രത്യേക പാർട്ടിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ടോ ഒന്നും പറയുകയല്ല, ബട്ട് ദ എമൗണ്ട് ഓഫ് മണി ഈസ് സോ ഹ്യൂജ് ദാറ്റ് ഇറ്റ് ഈസ് അൺഇമാജിനബിൾ ഫോർ ഓർഡിനറി പീപ്പിൾ ലൈക്ക് അസ്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ തമിഴ്നാട് എന്ന സംസ്ഥാനം ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിലേക്ക് താമസിയാതെ പോകും. ഭരണം ജോസഫ് വിജയ്ക്ക് ഭരിക്കാൻ അറിയണ്ട. ഭരിക്കാൻ അറിയാവുന്നവരെ സാന്റിയാഗോ മാർട്ടിൻ നിയമിച്ചോളും, അവർ ഭരിച്ചോളും, ജോസഫ് വിജയ് ഒപ്പിട്ടാൽ മതി. ഇനി അതല്ല, ADMK ആണ് ഏതെങ്കിലും കാരണവശാൽ ജോസഫ് വിജയെ പിളർത്തി ADMK അധികാരത്തിൽ വരികയാണെങ്കിൽ അതിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ ഭാര്യയുണ്ട്, ലീമ ജോസ് മാർട്ടിൻ ഉണ്ട്. പുറത്തു നിന്ന് സഹായിക്കാനായിട്ട് അവിടുത്തെ മന്ത്രിസഭയിൽ നമ്മളുടെ ജോസ് ചാൾസ് മാർട്ടിനുണ്ട്. സർവം മാർട്ടിൻ മയം. സിക്കിം ലോട്ടറി സിന്ദാബാദ്. താങ്ക് യു.